സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 19, 21 തിരുവചനം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവർത്തിയാവും. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ അഥവാ ദൈവത്തിൻ്റെ ആലോചനയോ നിവർത്തിയാവും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ജ്ഞാനികളിലും ജ്ഞാനിയായ ശലോമോൻ രാജാവ് വഴി ദൈവം നമുക്ക് നൽകിയ ഇന്നത്തെ തിരുവചന ചിന്ത നാം വായിച്ചു കേട്ട വേദഭാഗവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ വിചാരങ്ങൾ, ദൈവത്തിൻ്റെ ആലോചന, ഇത് തമ്മിലുള്ള അന്തരമാണ്. പലപ്പോഴും നാം പല വിഷയങ്ങളിൽ നമ്മുടേതായ വിചാരങ്ങൾ, നമ്മുടേതായ സങ്കല്പങ്ങൾ, നമ്മുടേതായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും നാം സ്വപ്നം കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ തക്കവണ്ണം കാത്തിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. നാം വിചാരിക്കുന്ന, നാം ചിന്തിക്കുന്ന, നാം അഭിലാഷിക്കുന്ന, നാം ആഗ്രഹിക്കുന്നതിന് അപ്പുറമായി, ഉപരിയായി, വിപരീതമായി ചിലത് സംഭവിക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ? പലപ്പോഴും ഞാനും നിങ്ങളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെയല്ലല്ലോ ഞാൻ കരുതിയത്, ഇങ്ങനെയല്ലല്ലോ ഞാൻ വിചാരിച്ചത്, ചിന്തിച്ചത്, ആഗ്രഹിച്ചത് എന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ അപ്രമാദിത്വം നാം കാണുന്നത്, ദൈവത്തിൻ്റെ പരമാധികാരം നാം കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ മനുഷ്യൻ്റെ സൃഷ്ടാവ് ദൈവമാകയാൽ മനുഷ്യൻ്റെ എല്ലാ ചെയ്തികളുടെ മേലും അഥവാ പ്രവൃത്തികളുടെ മേലും ദൈവത്തിൻ്റെ ഒരു മേൽനോട്ടമുണ്ടായിരിക്കും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഒരു ആലോചന ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ പദ്ധതിയെ, ആ ദൈവത്തിൻ്റെ വഴിയെ, ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മറികടക്കുവാനായിട്ട് ഒരു മനുഷ്യനും ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത്. നാം ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. നാം ഇഷ്ടപ്പെടുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. ദൈവം എല്ലാം ഒടുവിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയും ചെയ്യും. ആദ്യം ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകണമെന്നില്ല നമ്മുടെ പ്രവൃത്തിയെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാക്കി രൂപാന്തരപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് നാം ചോദിച്ചുകൊണ്ട് നാം നിരാശപ്പെടുന്നു. എന്നാൽ തിരുവചനത്തിൽ തന്നെ മറ്റൊരു വേദഭാഗത്ത് പറയുന്നത് ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത് എന്നാണ്. നാം നല്ലതെന്ന് ചിന്തിച്ച് ആരംഭിച്ച എത്രയോ കാര്യങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നന്മകൾ എത്രയോ അനുഗ്രഹമായിരിക്കുന്നു. ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ, എൻ്റെ ഇഷ്ടം നടന്നില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചത് ഇതല്ലല്ലോ, എൻ്റെ സ്വപ്നങ്ങൾ ഇതല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്നുവോ? യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ പ്രവൃത്തികളുടെ മേൽ
ദൈവം ഒരു പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, നന്മയ്ക്കായി മാത്രം. കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ആമേൻ. യഹോവ ദൈവമാം വിശുദ്ധ